നമസ്കാരം. രേവന്ത് റെഡ്ഡിയാണ്. നിങ്ങൾക്കറിയില്ലേ, തെലങ്കാന മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ യുവരക്തം എന്നാണ് പറയുന്നത്. ദേശീയ തലത്തിലെ ചർച്ചയായ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി. BJPയുടെ അടുത്ത നോട്ടം രേവന്തിലേക്കാണ് എന്ന് ചില BJP നേതാക്കൾ കഴിഞ്ഞ നാളുകളിൽ വെളിപ്പെടുത്തിയ സാഹചര്യത്തിന് തൊട്ടടുത്ത നാളുകളിൽ രേവന്ത് റെഡ്ഡി പുതിയൊരു വിവാദത്തിൽപ്പെട്ടു. ഹിറ്റ്ലർ തൻ്റെ മോഡലാണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ രേവന്ത് റെഡ്ഡി പറഞ്ഞ വർത്തമാനം ദേശീയ തലത്തിൽ തന്നെ വലിയ വിവാദമായിരിക്കുകയാണ്. കേരളത്തിൽ ഹിറ്റ്ലറും സ്റ്റാലിനും തുല്യരാണ് എന്ന് പറഞ്ഞ് വിവാദത്തിൽ കുടുങ്ങിയ VD സതീശൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് സ്റ്റാലിൻ പോലുമല്ല, ഹിറ്റ്ലർ തന്നെ ഹീറോയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നേതാവ്, മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി രംഗപ്രവേശം ചെയ്യുന്നത്. വിവാദം കത്തിപ്പടരുകയാണ്. എന്താണ് സംഭവമെന്ന് വിശദമായി തന്നെ നമുക്ക് നോക്കാം. ബുൾഡോസർ രാജ് എന്ന് BJP സംസ്ഥാനങ്ങളിൽ ആരോപിക്കപ്പെടുന്ന കയ്യേറ്റ വിരുദ്ധം എന്ന പേരിലുള്ള മിഷനുകളുടെ മാതൃകയിൽ തെലങ്കാനയിൽ ഒരെണ്ണമുണ്ട്. രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായ ശേഷം 2024 ജൂലൈയിൽ സ്ഥാപിക്കപ്പെട്ട ഹൈഡ്ര സർക്കാർ ഭൂമിയും പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒപ്പം സംസ്ഥാനത്തിൻ്റെ മൊത്തമുള്ള നിയന്ത്രണം, ഭൂമിയിന്മേലുള്ള നിയന്ത്രണങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി തെലങ്കാന സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വതന്ത്ര നിയമപ്രകാരമുള്ള സ്ഥാപനം ഹൈദരാബാദ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് അസറ്റ് പ്രൊട്ടക്ഷൻ ഏജൻസി, ഹൈഡ്ര. വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള ഹീറോയിസം എന്നൊക്കെയാണ് വെപ്പെങ്കിലും അവിടുന്ന് വരുന്ന വാർത്തകൾ അത്ര ലളിതമല്ല. നിയമം നടപ്പിലായ ശേഷം കുടിയിറക്കിൻ്റെ പേരിൽ ചേരികളിലും പുറമ്പോക്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും പട്ടയം തുലാസിലായ പാവപ്പെട്ട ജനങ്ങളും അടക്കം ബുൾഡോസർ പേടിയിലാണ്. ഹൈഡ്രയുടെ ബുൾഡോസർ പേടിയിൽ എപ്പോൾ വേണമെങ്കിലും തങ്ങളെ തേടി കുടിയേറ്റം ഒഴിപ്പിക്കുന്നു എന്ന മട്ടിൽ സർക്കാരിൻ്റെ ഭൂമി സംരക്ഷിക്കുന്നു എന്ന പേരും പറഞ്ഞൊരു ബുൾഡോസർ വരാം എന്ന അവസ്ഥയുണ്ടത്രേ. രേവന്ത് റെഡ്ഡിയുടെ ഹൈഡ്രയുടെ ബുൾഡോസർ നമ്മൾ കർണാടകയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ട കാഴ്ച ഉണ്ട്. ഒരു വലിയ ജനസമൂഹം താമസിക്കുന്നിടത്ത് ബുൾഡോസർ കയറി ഇറങ്ങി നിരങ്ങുകയാണ്. അത് അവരുടെ സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ട്. BJPയുടെ ബുൾഡോസർ രാജിൻ്റെ തെലങ്കാന വേർഷൻ എന്നാണ് തെലങ്കാനയിലെ ഈ സംഭവത്തെ, ഈ ഹൈഡ്രയെക്കുറിച്ചുള്ള ആരോപണം. അത് കനപ്പെട്ട് നിൽക്കുമ്പോഴാണ് രേവന്ത് റെഡ്ഡി ഈ പദ്ധതിക്ക് പ്രചോദനമായ സത്യം വെളിപ്പെടുത്തിയത്. തെലങ്കാനയിലെ കയ്യേറ്റ വിരുദ്ധ ദൗത്യസേന ഹൈഡ്രയ്ക്ക് പ്രചോദനമായത് അഡോൾഫ് ഹിറ്റ്ലർ ആണ് എന്ന് വെളിപ്പെടുത്തിയത്. ഹൈഡ്ര എന്നത് ഹിറ്റ്ലർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്കായിരുന്നു. ആരെ വേണമെങ്കിലും വധിക്കാൻ ശേഷിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാന സംഘത്തിൻ്റെ പേര് ഹൈഡ്ര എന്നായിരുന്നു. അതുകൊണ്ട് ഹിറ്റ്ലറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ ഇതിന് ഹൈഡ്ര എന്ന പേരിട്ടതെന്നാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത്. So I have given Hydra. Hydra, the word is Hitler's favorite word, Hydra. His core team called Hydra, who can assassinate anyone. So I have taken inspiration from Hitler. I have named as a Hydra. I have established a organization with a senior IPS officer. I have given 3,000 retired army people and others. Today, anyone, you ask anyone who can dare to encroach any water body in my state or in my Hyderabad. രേവന്ത് റെഡ്ഡിയുടെ വെളിപ്പെടുത്തൽ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കി. ഒന്നാമത്തേത്, ഹൈഡ്ര എന്ന് പറയുന്ന സംവിധാനം ഹിറ്റ്ലർക്കുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഹിറ്റ്ലറിനെ മാതൃകയാക്കി, അങ്ങനെ ഹൈഡ്ര ഉണ്ടായില്ലെങ്കിലും മാതൃകയാക്കാൻ മാത്രം ഒരു കോൺഗ്രസിൻ്റെ ഇന്ന് ദേശീയ BJPയുടെ സർക്കാരിനെതിരെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നയിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇത് വെളിച്ചത്ത് പറയുന്നത് എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥയുടെ ആരാധകർക്ക് ഹിറ്റ്ലർ പ്രചോദനമായത് അതിശയിക്കാനുള്ള കാര്യമല്ലെന്ന വിമർശനം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, സംഘപരിവാർ പദ്ധതിയെ കോൺഗ്രസ് അതേപടി നടപ്പാക്കുകയും ജനങ്ങളുടെ പേരിൽ എന്ന് പറഞ്ഞ് ജനങ്ങളെ അതിന് ഇരയാക്കുകയും ചെയ്യുന്ന ശൈലി ഹിറ്റ്ലറുടേതിന് സമാനമാണ് എന്ന ഒരു വസ്തുതയും അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നേരത്തെ തന്നെ രേവന്ത് റെഡ്ഡിയായിട്ട് വലിയ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തർക്കത്തിലായിരുന്നു. നീ പോ മോനെ വിജയ എന്ന് രേവന്ത് റെഡ്ഡി പറയുകയും ഡാഷ് മോനെ നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പിണറായി വിജയൻ പറയുകയും ചെയ്തു. എന്തായാലും പിണറായി പറഞ്ഞ പോലെ വെച്ചിട്ടുള്ളത് ഇലക്ഷൻ റിസൾട്ടിൽ എന്തായാലും പിണറായി വിജയൻ തിരിച്ചടിയാണ് കിട്ടിയത്. എങ്കിലും ഇപ്പോൾ ഹൈഡ്രയുടെ പേരിൽ ഉള്ള ഈ വർത്തമാനത്തിനെതിരെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന ഞെട്ടിക്കുന്നതും ജനാധിപത്യ സമൂഹത്തെ അപഹസിക്കുന്നതുമാണ്. തൻ്റെ ബുൾഡോസർ രാജ് നടപ്പാക്കാനായി സൃഷ്ടിച്ച ഹൈഡ്ര എന്ന സംവിധാനത്തിന് ആ പേര് നൽകിയത് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ വംശീയവാദി, ഏകാധിപതി ആയ അഡോൾഫ് ഹിറ്റ്ലറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണെന്ന് അദ്ദേഹം അഭിമാനപൂർവ്വം പ്രസ്താവിച്ചിരിക്കുന്നു. ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട വാക്കായിരുന്നു ഹൈഡ്ര എന്നും അവരെപ്പോലെ ആരെയും കൊല ചെയ്യാൻ ശേഷിയുള്ള ഒരു സംവിധാനമാണ് തൻ്റെ പ്രചോദനമെന്നുമാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ മുഖ്യമന്ത്രി വേദിയിൽ വിളിച്ചു പറഞ്ഞത്. ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റിനെ പരസ്യമായി ആരാധിക്കുന്ന ഒരു മുഖ്യമന്ത്രി കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തമായുണ്ട് എന്നത് ലജ്ജാകരമാണ്. ഹിറ്റ്ലറുടെ ഹൈഡ്ര ഒരു പോപ്പ് കൾച്ചർ സൃഷ്ടി മാത്രമായിരുന്നെങ്കിൽ ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് അതിന് മൂർത്ത രൂപം നൽകാൻ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുകയാണ്. ഇത് കേവലം ഒരു നാക്കുപിഴയായി കണക്കാക്കാൻ കഴിയില്ല. അടിയന്തരാവസ്ഥയിലൂടെ ഇന്ത്യയുടെ ജനാധിപത്യ അവകാശങ്ങളെ കശാപ്പ് ചെയ്ത കോൺഗ്രസിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ സ്വഭാവം തന്നെയാണ് രേവന്ത് റെഡ്ഡിയുടെ വാക്കുകളിലൂടെ പുറത്തു ചാടിയത്. ഹിറ്റ്ലറുടെ കൊലയാളി സംഘത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കോൺഗ്രസ് സർക്കാർ
ഭരണം നടത്തുന്നത് എന്ത് ജനാധിപത്യ മാതൃകയാണ്? രേവന്ത് റെഡ്ഡിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് അയാളുടെ പഴയ സംഘപരിവാർ പശ്ചാത്തലം കൂടിയാണ്. കോൺഗ്രസിനകത്തും ഇതേ നിലപാടുകളുമായി അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുമുണ്ട്. മറ്റൊരർത്ഥത്തിൽ ഇത്തരം നിലപാടുകളെ കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. BJPയുടെയും RSSന്റെയും ഫാസിസ്റ്റ് നയങ്ങളെ എതിർക്കാൻ കോൺഗ്രസിന് ഒരിക്കലും കഴിയില്ല എന്ന് ഇടതുപക്ഷം ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇതുതന്നെയാണ്. ജനാധിപത്യ വിശ്വാസികൾ ഈ അപകടം തിരിച്ചറിയണമെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. കടുത്ത വിമർശനങ്ങളുമായി എതിരാളികൾ നിരനിരയായി രംഗത്തെത്തിയിട്ടുണ്ട്. പരാമർശം അപകടകരവും ആശങ്കാജനകവുമാണെന്ന് BJPയും BRSും ഓർമ്മിപ്പിച്ചു. ഏറ്റവും രസകരമായ കാര്യം ഹിറ്റ്ലറുടെ കീഴിൽ ഹൈഡ്ര എന്ന പേരിൽ ഒരു സംഘം ഉണ്ടായിരുന്നില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ നാസി ജർമ്മനിയിൽ ഹൈഡ്ര എന്ന പേരിൽ ഒരു സംഘം, ഹിറ്റ്ലർ സംഘം ഇല്ല എന്ന്. എന്നാൽ ഹിറ്റ്ലർ പറഞ്ഞാൽ കൊല്ലാനിറങ്ങുന്ന ഗ്രൂപ്പുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. SS, ഗസ്റ്റപ്പോ, ആനർബേ തുടങ്ങിയ നാസി ജർമ്മനിയുടെ രഹസ്യ പോലീസ് എന്ന് വിളിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരുടെ ഭീകര സംഘങ്ങൾ. രേവന്ത് റെഡ്ഡി പറഞ്ഞ ഹൈഡ്ര സമാന നിലയിൽ ഉള്ള സങ്കല്പ സംഘടനയാണ്. മാർവൽ സിനിമകളിൽ ഹിറ്റ്ലറുടെ കൊലയാളി സംഘത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഹൈഡ്ര നാസിയുടെ രഹസ്യ ശാസ്ത്ര സൈനിക വിഭാഗമായി ചിത്രീകരിക്കപ്പെട്ട സംഘടനയാണ്. അങ്ങനെ ചിത്രീകരിച്ച സംഘടനയാണ് ഹിറ്റ്ലറേക്കാൾ ശക്തനായ റെഡ് സ്കൾ തലവനായ സംഘം. കഥയായാലും ചരിത്രമായാലും രേവന്ത് റെഡ്ഡിയെ പ്രചോദിപ്പിക്കുന്നത് നാസികളുടെ ക്രൂരവേട്ട സംഘമാണ് എന്നത് യാദൃശ്ചികമായിരിക്കില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കുമല്ലോ. എന്തായാലും ഒരു തിരുത്തലുമില്ലാതെ ഈ വിവാദത്തെ മറികടക്കുക രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ച് എളുപ്പമല്ല. കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയനായ നേതാവ് ഹിറ്റ്ലറെ ആരാധിക്കുന്നു, ഭരണതലത്തിൽ അത് പ്രചോദനമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ തന്നെ പ്രതിരോധത്തിൽ ആക്കുന്നതാണ്. VD സതീശൻ സ്റ്റാലിനെ ഹിറ്റ്ലറോട് ഉപമിച്ചതിലും ഗുരുതരമായ പ്രയോഗമാണ് രേവന്ത് റെഡ്ഡി നടത്തിയത്. കോൺഗ്രസ് തിരുത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.